ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യൂ എന്ന വിഷയത്തിൽ ഇന്നത്തെ ടോപ്പിക്കാണ് സദാ ദേഹഭാരത്തിൽ നിന്നും വേറിട്ടിരിക്കുക. ഇന്നത്തെ അവ്യക്ത സൂചന: ബ്രഹ്മബാബ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും മാലാഖ ദേഹഭാരരഹിതമായി ദേഹത്തിൻ്റെ ഭാരത്തിൽ നിന്ന് മുക്തമായ അനുഭവം ചെയ്ത പോലെ കർമ്മം ചെയ്തുകൊണ്ടും സംഭാഷണം ചെയ്തുകൊണ്ടും നിർദ്ദേശം നൽകിക്കൊണ്ടും ഉണർവ് ഉത്സാഹവും വർദ്ധിപ്പിച്ചതുപോലെ ഈ ദേഹത്തിൽ നിന്നും വേറിട്ട് സൂക്ഷ്മ പ്രകാശരൂപത്തിൻ്റെ അനുഭൂതി ബാബ ചെയ്യിച്ചതുപോലെ ഫോളോ ഫാദർ ചെയ്യൂ. സദാ ദേഹബോധത്തിൽ നിന്നും ഉപരി ഓരോരുത്തർക്കും തൻ്റെ വേറിട്ട രൂപം കാണപ്പെടണം. ഇതിനെയാണ് പറയുന്നത് ദേഹത്തിലിരുന്നുകൊണ്ടുമുള്ള മാലാഖാസ്ഥിതി. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഈ ജനുവരി മാസത്തിൽ ബാബ നമ്മെ ബാബ്സമാൻ ഫരിസ്തയായി എങ്ങനെ മാറ്റുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്ത സൂചനകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഭ്യാസിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഹഭാരത്തിൽ നിന്നും വേറിട്ടിരിക്കാനാണ് ബാബ പറയുന്നത്. ഒന്ന് ദേഹഭാരം, പിന്നൊന്ന് ദേഹാഭിമാനം. ദേഹഭാരത്തിൽ നമുക്കൊരിക്കലും ശരീരത്തിൻ്റെ കാര്യം തിരസ്കരിക്കാനല്ല പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ശരീരത്തിനും വളരെയേറെ മഹത്വമുണ്ട്. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും കളിയാണല്ലോ. അതിനോടൊപ്പം പരമാത്മാവിൻ്റെയും പാർട്ടി പ്രകൃതിയിലുണ്ട്. ഞാൻ ശരീരമല്ല എന്നുള്ളത് ശരി തന്നെ, പക്ഷേ ശരീരം കൂടാതെ ആത്മാവിനൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ശരീരത്തിലൂടെ മാത്രമേ പാർട്ട് അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പാർട്ട്, നമുക്ക് ലഭിച്ച പാർട്ടും ഇത്രയും ഉയർന്നതും ശ്രേഷ്ഠവുമാണ്. നമ്മൾ ബാബയുടെ മക്കളാണ്, ബാബയുടെ ഉപകരണമാണ്. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയ്ക്ക് നാം സഹയോഗികളാണ്. അതുകൊണ്ട് ബ്രഹ്മബാബ 2 കാര്യങ്ങൾക്ക് മഹത്വം നൽകിയിരുന്നു: ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഒന്ന് ആരോഗ്യം, പിന്നൊന്ന് ശുദ്ധി. നമുക്ക് ശരീരത്തെ പ്രതിയുള്ള മനോഭാവം എന്താണ്? ഈ പഞ്ചതത്വവും തമോപ്രധാനം തന്നെയാണ്, ശരീരവും തമോപ്രധാനം തന്നെയാണ് ഈ സമയം. പക്ഷേ തത്വങ്ങളുമായുള്ള നമ്മുടെ സംബന്ധം അനാദി കാലഘട്ടം മുതൽക്കുണ്ട്. സത്യയുഗത്തിൽ നമുക്ക് വളരെ സുന്ദരമായ ശരീരം, സുന്ദരമായ തത്വം കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് ലഭിച്ചിട്ടുണ്ട്. വളരെ ശോഭനീയമായിട്ടുള്ള തത്വങ്ങളായതുകൊണ്ട് വേറൊന്നും ഈ ശരീരത്തിൽ എക്സ്ട്രാ ഇടേണ്ട ആവശ്യമില്ല. ഈ 5 തത്വങ്ങളും സദോ പ്രധാന അവസ്ഥയിൽ, സന്തുലനാവസ്ഥയിലായിരിക്കും സത്യയുഗത്തിൽ. നമ്മളെല്ലാവരുടെയും ശരീരത്തിൽ ഏതെങ്കിലുമൊക്കെ തത്വത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. അതനുസരിച്ചാണല്ലോ നമ്മൾ ആയുർവേദത്തിൽ മരുന്ന് സ്ഥിരീകരിക്കുന്നത്. ചിലരുടെ ശരീരത്തിൽ വായുവിൻ്റെ തത്വം ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും. അപ്പോൾ അത് സന്തുലനാക്കി മാറ്റുന്നതിനുള്ള പ്രയത്നമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാൽ നമുക്ക് ശരീരത്തെ പ്രതി വളരെ ശ്രേഷ്ഠമായ മനോഭാവം ആവശ്യമാണ്. ഇന്ന് രാവിലെ മുതൽക്ക് എനിക്ക് മനന ചിന്തനം നടന്നു ഇതിനെ പ്രതി. ഞാൻ ഈ ശരീരത്തെ പ്രകാരത്തിലാണ് കാണേണ്ടത്? വസ്ത്രമായിട്ടാണോ? വസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ദിവസേന അതിനെ കഴുകി വൃത്തിയാക്കേണ്ടി വരും. ശുദ്ധമായ വൃത്തിയായ വസ്ത്രം ധരിക്കണം. രാത്രി സമയത്താണെങ്കിലും നമുക്ക് വൃത്തിയായ വസ്ത്രം വേണം ധരിക്കാൻ. ചിലർ രാത്രി കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വസ്ത്രം ഇട്ട് കിടക്കാറുണ്ട്. പക്ഷെ അത് തീരെ ശരിയല്ല. വൈബ്രേഷൻസ് ഉണ്ടാവും, നിറത്തിൻ്റെയും വൈബ്രേഷൻസ് ഉണ്ടാവും. അതായത് ചിലർ ചുവപ്പ് വസ്ത്രം ഇടാറുണ്ട്, ചിലർ കറുത്ത വസ്ത്രങ്ങൾ ഇടാറുണ്ട്, ചിലർ വേറെ ഏതെങ്കിലും നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഇടാറുണ്ട്. അതിനും വൈബ്രേഷൻസ് ഉണ്ട്. വളരെ ഭാരരഹിതമായ ലൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ, വെളുത്ത വസ്ത്രങ്ങൾ തന്നെ ധരിക്കുകയാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ രാത്രി കാലങ്ങളിലും ബാബ നമ്മളിലൂടെ സേവനം നടത്തുന്നുണ്ട്. ചിലർ എന്തെങ്കിലും ആവശ്യത്തിന് രാത്രി കാലങ്ങളിലും ഫോൺ ചെയ്യുമല്ലോ. രാത്രി ചിലപ്പോൾ 12:30 ആയിരിക്കും ഫോൺ ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് എന്ത് സേവനത്തിന് പോവുകയാണെങ്കിലും വെളുത്ത വസ്ത്രം ധരിച്ചാൽ നമ്മുടെ സേഫ്റ്റി തന്നെയാണല്ലോ. ഏത് സമയത്താണെങ്കിലും ആരുടെ സേവനവും നടക്കും. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഞാൻ ആത്മാവ് ഈ ശരീരത്തെ എൻ്റെ കൂട്ടുകാരനാണെന്ന് മനസ്സിലാക്കണം. ശരീരം കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ശരീരത്തിൻ്റെ അഭിമാനം പാടില്ല, അതുപോലെ ഭാരവും പാടില്ല. ചിലർക്ക് മുഴുവൻ ദിവസവും ശരീരഭാരം തന്നെ ഇരിക്കും. അതായത് ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ശരിയായിട്ട് തന്നെ ചെയ്യണം, ശരിയായ രീതിയിൽ തന്നെ ചെയ്യണം. എന്നാൽ ആരാണോ തൻ്റെ ആരോഗ്യത്തെ നല്ലതാക്കി വയ്ക്കുന്നത് അവർ വളരെ സന്തോഷത്തിലായിരിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ ശരീരത്തെ ഒരു വീടായി നാം കാണുകയാണെങ്കിൽ നാം വീട് വൃത്തിയാക്കുന്നത് പോലെ ശരീരത്തെയും നന്നായി വൃത്തിയാക്കണം. എന്നാൽ എനിക്ക് ഇന്ന് അനുഭവപ്പെട്ടത് ഇങ്ങനെയാണ്, ശരീരം ഒരു ക്ഷേത്രത്തിന് സമാനമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ നമ്മളും ദേവതകളായി മാറുകയാണ്. ദേവതകളുടെ മൂർത്തികൾ ക്ഷേത്രത്തിലല്ലേ ഉണ്ടാകുക. അപ്പോൾ എനിക്കൊരു ഗീതം ഓർമ്മ വന്നു. ശരീരം ഒരു ക്ഷേത്രമാണ്. ശരീരമാണോ ക്ഷേത്രം, ഹൃദയമാണോ ക്ഷേത്രം? ശരീരം ഒരു ക്ഷേത്രമാണെങ്കിൽ നമ്മൾ ആ ക്ഷേത്രത്തെ എങ്ങനെ വെക്കണം, എങ്ങനെ പരിപാലിക്കണം? നമ്മുടെ ഗുൽസാർ ദാദിജിയെ കണ്ടിരുന്നില്ലേ? ദാദിജിക്ക് ലേശം പോലും ദേഹഭാരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ദാദിയെ കാണുമ്പോൾ ദാദിയുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ഒരു മൂർത്തി ഇരിക്കുന്നത് പോലെയിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ട് എനിക്കിന്ന് അനുഭവപ്പെട്ടത് പ്രകൃതി, അതായത് ഈ ശരീരത്തെയും നമുക്ക് സ്നേഹിക്കണം. പഞ്ചതത്വങ്ങളെ സദോ പ്രധാനമാക്കി മാറ്റണം. ശരി തന്നെ. അതിനായുള്ള വൈബ്രേഷൻസാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ചുറ്റുമുള്ള പഞ്ചതത്വങ്ങൾ. ചുറ്റുമുള്ള പഞ്ചതത്വങ്ങൾ ശരി, പക്ഷെ നമ്മുടെ ശരീരവും പഞ്ചതത്വ നിർമ്മിതമാണ്. ആത്മാവിന് തൻ്റെ ശരീരത്തെ പ്രതിയുള്ള വൃത്തി അഥവാ മനോഭാവം വളരെ ശ്രേഷ്ഠമായിരിക്കണം. വളരെ സ്നേഹത്തോടെ വേണം അതിനെ പരിപാലിക്കാൻ. എന്നാൽ ശരീരത്തിൻ്റെ അഭിമാനം പാടില്ല. അഭിമാനം അർത്ഥം എന്താണ്? എൻ്റെ വ്യക്തിത്വം വളരെ നല്ലതാണ്, എൻ്റെ നിറവും അതുപോലെ സൗന്ദര്യത്തിൻ്റെ മാത്രമല്ല, ശരീരത്തിൻ്റെ രൂപഘടനയുടെ അഭിമാനമല്ല. ഒരു സഹോദരി എന്നോട് ഒരു കാര്യം ഷെയർ ചെയ്തിരുന്നു. എനിക്കിന്ന് കുറച്ച് ദേഹാഭിമാനം ഇന്നത്തെ കാലത്ത് കുറച്ച് കൂടുതലാണ് എനിക്ക്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ, വെയ്റ്റ് ലോസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അഭിമാനം, ശരീരത്തിൻ്റെ അഭിമാനം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരീരത്തിൻ്റെ അഭിമാനം തീരെ നല്ല കാര്യമല്ല. പറഞ്ഞു വരുന്നത് ദേഹാഭിമാനം, അഭിമാനത്തെ പ്രതി വളരെ വൈവിധ്യമായിരുന്ന രൂപങ്ങളുണ്ട്. പക്ഷെ എൻ്റെ വൃത്തി, മനോഭാവം, നമ്മൾ എന്ത് തന്നെ ഈ ശരീരത്തിനെ പ്രതി ചെയ്താലും നമ്മുടെ മനോഭാവം ഈ ശരീരത്തെ പ്രതി വളരെ ശുദ്ധമായിരിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്രഹ്മാബാബയെ പ്രതി. ബ്രഹ്മാബാബ ജ്ഞാനത്തിലേക്ക് വരുന്നതിന് മുൻപ് വളരെ നല്ലൊരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അതായത് ഭൗതികമായി നല്ല കുർത്ത പൈജാമ, അതിലുള്ള ബട്ടൺസ് വജ്രത്തിൻ്റെ ബട്ടൺസ് ആയിരുന്നു വെച്ചിരുന്നത്. ചിലപ്പോൾ സിൽക്കിൻ്റെ കുർത്ത പൈജാമയായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമോ സാധാരണ കോട്ടൺ വസ്ത്രമാണ് ഇവിടെ വന്നിട്ട് ധരിച്ചിരുന്നത്. പിന്നെ സാധാരണ പ്ലേറ്റിലായിരുന്നു കഴിച്ചിരുന്നത്. അതായത് ശരീരത്തെ പ്രദർശിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച്. മൂർത്തിയെ നോക്കൂ, ക്ഷേത്രത്തിലുള്ള മൂർത്തി. അവരുടെ നേത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആ നേത്രത്തിൽ നമുക്ക് ആകർഷണം കാണപ്പെടാൻ സാധിക്കും. ആ ആകർഷണം എന്തിൻ്റെ ആകർഷണമാണ്? നോക്കൂ, ദേവിമാരുടെ പേരാണല്ലോ ലക്ഷ്മി, സരസ്വതി എന്നൊക്കെ. അപ്പോൾ നമ്മൾ ആത്മാവിനെ അല്ലല്ലോ ഈ പേര് വിളിക്കുന്നത്, ശരീരത്തെയാണ് സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നുള്ള പേരൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ശരീരത്തെ പ്രതിയും ഭാവന നമുക്ക് ആവശ്യമാണ്. ആത്മാവിനെയും ശരീരത്തെയുമാണ് നമുക്ക് പാവനമാക്കി മാറ്റേണ്ടത്. അതിനാൽ നാം മഹിമായോഗ്യരാണ്, എന്നാൽ പൂജയ്ക്ക് യോഗ്യരല്ല. പൂജനീയരായി മാറിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഞാൻ ആരെ കാണുകയാണെങ്കിലും അവരുമായിട്ട് ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും, അത്രയുള്ളൂ. അല്ലാതെ നമുക്ക് അവരുടെ തോളത്ത് കൈവയ്ക്കുക അല്ലെങ്കിൽ എന്നെ പിടിക്കുക, അതൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ്, ചെറുപ്പം മുതൽക്ക് തന്നെ. എന്തുകൊണ്ടെന്നാൽ
ശരീരം പവിത്രമാണ്. മറ്റുള്ളവരെന്തിന് എൻ്റെ ശരീരത്തെ സ്പർശിക്കണം? ചെറുപ്പം മുതൽക്ക് തന്നെ ഈ ഒരു കാര്യത്തോട് എനിക്ക് വളരെ സ്ട്രിക്റ്റാണ്. ഇത് ദേഹാഭിമാനം, ഇതിനെ ദേഹഭാരം എന്ന് പറയില്ല. തൻ്റെ ദേഹത്തെ പവിത്രമാക്കി വയ്ക്കുക, പ്രകൃതിയെ പ്രതി ശുഭഭാവന വയ്ക്കുക, സദാ ആന്തരികമായി സർവരെ പ്രതിയും നന്ദി പ്രകാശിപ്പിക്കുക. അഥവാ ആത്മാവിന് ശരീരമില്ലെങ്കിൽ എന്ത് സേവനം ചെയ്യാനാണ്? എങ്ങനെ ബാബയുടേതായിത്തീരും? ആത്മാവും പരമാത്മാവും അനാദി കാലഘട്ടം മുതൽക്കൊന്നു തന്നെ. പക്ഷെ സേവ ചെയ്യണമെങ്കിൽ ഈ സംഗമയുഗത്തിൽ നമുക്ക് ഈ ശരീരത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാണ് ബാബ നമ്മെ മുഖവംശാവലിയാക്കി ദത്തെടുത്തിരിക്കുന്നത്. ഖുഖവംശാവലിയും മുഖവംശാവലിയും നമ്മൾ എത്ര വ്യത്യാസമാണ്. ആദ്യം നമ്മൾ ജനിക്കുമ്പോൾ ഖുഖവംശാവലിയായിരുന്നു. ഇപ്പോൾ നാം ദത്തെടുക്കപ്പെട്ട കുട്ടികളാണ്, മുഖവംശാവലികളാണ്. അപ്പോൾ ബാബ നമ്മളെ ദത്തെടുത്തത് ആത്മാവും ശരീരവും ഒരുമിച്ചിട്ടാണ്. അതിനാൽ ശരീരത്തെ ക്ഷേത്രത്തിന് സമാനമാക്കി വയ്ക്കൂ. പ്രകൃതിയെ പ്രതി വളരെയധികം ശുഭകാമന, ശുഭഭാവന വയ്ക്കൂ. പ്രകൃതിയാണല്ലോ നമുക്ക് ഈ ശരീരം നൽകിയത്. എൻ്റെ ശരീരത്തിലും ഈ പഞ്ചതത്വങ്ങളും ശരിയായ രീതിയിൽ വർക്ക് ചെയ്യണം. അതിനാൽ അതിരാവിലെ മുതൽക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു, പലതവണ അറ്റൻഷൻ വെച്ചിരുന്നു. ശരീരത്തോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. എങ്ങനെ ഈ ശരീരത്തോടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം. ഈ ശരീരത്തോട് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും നാം വെറുത്തുകൊണ്ട് സംസാരിക്കരുത്. നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ കുഴപ്പമില്ല. ശരീരത്തെ പ്രതി നമ്മൾ മടുക്കരുത്. വയ്യ എങ്കിൽ, ക്ഷീണിച്ചുവെങ്കിൽ കുറച്ച് സമയം നമ്മൾ കിടക്കുക. അല്ലെങ്കിൽ ഈ ശരീരത്തെ പ്രതി മടുത്തു എന്ന് ചിന്തിക്കരുത്. കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവും. ഫരിസ്യായി തീരുന്നതിനായി ശരീരത്തെ പ്രതിയുള്ള വൃത്തി, അതും വളരെ നല്ലതാണ്. അതിനാലാണ് ഉദാഹരണം നൽകിയിട്ടുള്ളത്. ബ്രഹ്മാബാബ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും എപ്പോഴും ഫരിസ്ത സ്വരൂപം കാണപ്പെടുന്നു എന്ന്. ഇത്രയും വർഷങ്ങളും ഞാനും ബ്രഹ്മാബാബയോടൊപ്പം 11 വർഷത്തോളം ഉണ്ടായിരുന്നു. ഒരുപാട് സേവനം അനുഷ്ഠിച്ചിരുന്നു. ദിവസേന എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിരുന്നു. ബ്രഹ്മാബാബ ഒരു ഫരിസ്തയെ പോലെ കാണപ്പെട്ടിരുന്നു. ചില സമയത്ത് ബാബ വഴിയിലൂടെ നടക്കുമ്പോൾ മനുഷ്യർ പിന്തിരിഞ്ഞ് നോക്കുമായിരുന്നു. ഇതാരാണ് ഈ പോയത്? ഫരിസ്തയെ പോലെ അനുഭവപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്. ബാബ സംസാരിക്കുന്നത്, ബാബ എഴുന്നേറ്റ് നിൽക്കുന്നത്, ഒരു ഊന്നുവടിയില്ല, ഒരു കണ്ണടയില്ല, ഇത്രയും വലിയ ഒരു ആയുസ്, ഉയർന്ന ആയുസ്. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാബാബ ശരീരത്തെ ഭഗവാന്റെ രഥമാണെന്ന് മനസ്സിലാക്കി. അതിനാൽ ഭഗവാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഫരിസ്തകളെ പോലെ തന്നെയായിരുന്നു. നമ്മൾ എത്രത്തോളം ഈ ശരീരത്തെ പ്രതിയുള്ള ഭാരത്തെ ഇല്ലാതാക്കുന്നു, അതനുസരിച്ച് നമുക്കും ബ്രഹ്മാബാബയെ പോലെ ഇട്ടുമാറാൻ സാധിക്കും. നമ്മുടെ വൃത്തിയിൽ നിന്നും ദേഹഭാരം, ദേഹാഭിമാനം രണ്ടും ഇല്ലാതാകണം. പക്ഷെ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, അതിനെ പരിപാലിക്കണം. നോക്കൂ, ഈ കാര്യത്തിൽ നമ്മുടെ ദിനചര്യയിൽ പോലും അറ്റൻഷൻ നൽകേണ്ടതുണ്ട്. ബ്രഹ്മബാബ ഉണ്ടായിരുന്ന സമയത്ത് രാത്രി 8:45 റൂമിൽ പോയാൽ തന്നെ എല്ലാവരുടെയും റൂമുകളിൽ ശിവബാബയുടെ ആ ചുവന്ന ലൈറ്റ് ഉണ്ടല്ലോ, ആ ചുവന്ന ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവരും നിരാകാരി ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ അനുഭവപ്പെടും. ആത്മാവ് പരംധാമത്തിൽ, ശരീരം ഈ ബെഡിൽ കിടക്കുന്നു. ആ ഒരു അനുഭൂതിയായിരുന്നു. പിന്നെ അതിരാവിലെ തന്നെ കണ്ണ് തുറക്കും, അലാറത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ശരീരത്തെയും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നാം കാത്തു രക്ഷിക്കണം. അതിലൂടെ പ്രകൃതിയും സതോ ഗുണിയായിത്തീരുന്നു. ഇതിലൂടെ ശുദ്ധീകരണവും നടക്കുന്നു. 2 തവണ കുളിക്കുക, ശുദ്ധമായ വസ്ത്രം ധരിക്കുക, ദിവസേന വസ്ത്രത്തെ മാറ്റുക, അതനുസരിച്ച് പോഷകസമൃദ്ധമായ ഭോജനവും ശരീരത്തിന് നൽകണം. ഒരു തവണ ബാബ മുരളിയിൽ പറഞ്ഞിരുന്നു, ആ സമയത്ത് ജഗദീഷ് ഭായിജിയും ഉണ്ടായിരുന്നു തോന്നുന്നു, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രണ്ടിൻ്റെയും നോളേജ് നമുക്ക് പൂർണ്ണമായി ഉണ്ടായിരിക്കണം. അതാണ് പൂർണ്ണജ്ഞാനം. എങ്ങനെയാണ് ബ്രഹ്മബാബയെ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഫരിസ്തയായി കാണപ്പെട്ടത്? ദേഹഭാരത്തിൽ നിന്നും മുക്തമായി അനുഭവപ്പെട്ടത്.
ദേഹം കൂടാതെയല്ല, ദേഹഭാരം കൂടാതെ. ബാബ നടക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു അനുഭവപ്പെട്ടത്. കർമ്മം ചെയ്തുകൊണ്ടും ബാബയുടെ ദിനചര്യ ഒരിക്കലും മാറുകയില്ല. ഏത് സമയത്താണെങ്കിലും, കിച്ചണിൽ പോവുകയാണെങ്കിലും, കുടിലിൽ ഇരുന്നാരെയോടെങ്കിലും സംസാരിക്കുകയാണെങ്കിലും എപ്പോഴും ഒരേപോലുള്ള ഫരിസ്ഥാസ്ഥിതി, ഡയറക്ഷൻ നൽകിക്കൊണ്ടും മറ്റുള്ളവരിൽ ഉണർവുത്സാഹവും വർദ്ധിപ്പിച്ചുകൊണ്ടാണെങ്കിലും ദേഹത്തിൽ നിന്നും വേറിട്ടിരുന്ന് സൂക്ഷ്മ പ്രകാശ രൂപത്തിൻ്റെ അനുഭൂതി ബ്രഹ്മബാബ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ബാബ പറയുന്നു, അച്ഛനെ അനുകരിക്കൂ. ബാബ ഇന്ന് മറ്റൊരു ചുവടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നലെ വരെ ബാബ എന്താണ് പറഞ്ഞത്? ഇന്നലെ വരെ പറഞ്ഞതും ഇന്നു മുതൽ പറയുന്നതുമെല്ലാം ചെറിയ ചെറിയ പോയിൻറ്റ്സാണ്. നമ്മൾ അതിനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആത്മാവ് ഈ ദേഹത്തിലൂടെ ഓരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും ദേഹഭാരത്തിൽ നിന്ന് മുക്തമാകണം. ഓരോരുത്തർക്കും തൻ്റെ വേറിട്ട രൂപമായിരിക്കണം കാണപ്പെടേണ്ടത്. ഇതിനെയാണ് പറയുന്നത് ദേഹത്തിലിരുന്നുകൊണ്ടും ഫരിസ്ഥാസ്ഥിതിയുടെ അനുഭൂതി. എന്തുകൊണ്ടെന്നാൽ ആരുടെയും ദൃഷ്ടി നമ്മുടെ ദേഹത്തിലേക്ക് പോകരുത്. തൻ്റെ ഫരിസ്ത പ്രകാശരൂപത്തിലേക്ക് വേണം പോകാൻ. ദേഹത്തെ നോക്കുന്നതിലൂടെ പലതരത്തിലുള്ള വൈബ്രേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാവരെയും ഫരിസ്ത സ്വരൂപത്തിൽ കാണുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹോംവർക്ക്. ഓം ശാന്തി.